ഹായ് അസ്സലാമലൈക്കും. ഞാനിന്ന് പോക്കറ്റ് ഷവർമേൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ക്യാബേജിൻ്റെ പകുതി, പിന്നെ 2 ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു കക്കിരിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ചിക്കനും കൂടി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുന്നേ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇത് ഞാൻ കുറച്ച് ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ബ്രെഡ് എടുത്ത് സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ രണ്ടും ചേർത്ത് കൊടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കുക. ഇതാ ഞാൻ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത ബ്രെഡെല്ലാം ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഷവർമൻ്റെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്കും ബൈ.